ശ്രീരാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പൽ സമൃദ്ധിയും സമാധാനവും നിറച്ചുകൊണ്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ വീടുകളിലേക്ക് വരുന്ന മറ്റൊരു വിഷു പുലരി കൂടി കടന്നു വരികയാണ് വിഷു. ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വിഷുക്കണിയാണ്. വിഷുവിന് വിഷുക്കണി ഒരുക്കുന്ന എല്ലാവരും തീർച്ചയായും ചെയ്തിരിക്കേണ്ട, മിക്കവാറും വിട്ടുപോകുന്ന ചെറിയ കാര്യങ്ങളെന്ന് തോന്നുന്ന വലിയ കാര്യങ്ങളെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ. ഇതെല്ലാം അറിയാവുന്നവരും വെറുതെ വീഡിയോ കേട്ടു നോക്കൂ. കണി വെക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഓർമ്മ വരും. അതിനാൽ വീട്ടിൽ കണിയൊരുക്കുന്ന എല്ലാവരും മറക്കാതെ ഇവിടെ പറയുന്ന വസ്തുക്കൾ നിലവിളക്കിന് മുന്നിലൊരുക്കി ഈ പറയുന്ന വസ്തുക്കൾ വിട്ടുപോകാതെ കണി വെക്കണം, കണി കാണണം. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുരിതങ്ങളും തീരാൻ നിങ്ങളുടെ വീട്ടിൽ കണി കാണുന്നത് ഈ വിധമാണ് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ വരുന്ന ഒരു വർഷം എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരുന്നതാണ്. നിങ്ങൾക്കും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും എല്ലാം ഭഗവാൻ മഹാവിഷ്ണുവും ശ്രീ മഹാലക്ഷ്മിയും എല്ലാ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കും. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യൂ. ആദ്യമായി പറയട്ടെ, ഏപ്രിൽ 14 വിഷു. അന്ന് രാവിലെ കണിയൊരുക്കി കണി കാണാം എന്ന് പറഞ്ഞ് ഇരിപ്പുണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത്. തലേ ദിവസം രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് കണി ഒരുക്കിയിരിക്കണം. തലേന്ന് രാത്രിയിൽ തന്നെ എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വെക്കണം എന്നുള്ളത് അതിപ്രധാനമാണ്. കണിയൊരുക്കി കഴിഞ്ഞിട്ട് അടുക്കളയിൽ അല്ലെങ്കിൽ വീട്ടുജോലികൾ ചെയ്യാൻ പാടില്ല. കണിയൊരുക്കി വെച്ച് കഴിഞ്ഞാൽ നേരെ പോയി കിടക്കണം. കണിയൊരുക്കാനായി ആദ്യം കുളിച്ച് ശുദ്ധിയോടെ ഉദ്ദേശിക്കുന്ന സ്ഥലം മഞ്ഞൾ ചാലിച്ച ജലം അല്ലെങ്കിൽ പനിനീർ തളിച്ച് പൂർണ്ണമായും മൂദേവിയെ നീക്കിയിട്ട് വേണം കണിയൊരുക്കാൻ. ചിലർ തറയിലും വെച്ച് കണി കാണുന്നു. തലേന്ന് രാത്രി 11:30 മുമ്പ് കണി തയ്യാറാക്കുന്നതാണ് ഉചിതം. മേശ, ടീപ്പോ എന്നിവയിലാണ് സാധാരണ കണി വെക്കുന്നത്. ചിലർ തറയിലും വെച്ച് കാണുന്നു. കണിയൊരുക്കാൻ ഇടം തയ്യാറായാൽ അവിടെ ആവശ്യാനുസരണം ഒരു കോടി മുണ്ടോ വെള്ളമുണ്ടോ വിരിക്കുക. അതിന് നടുക്കായി ഒരു മഞ്ഞ കോടി വിരിക്കുക. അതിന് നടുക്ക് നമ്മുടെ കയ്യിലുള്ള ശ്രീകൃഷ്ണ ബിംബമോ ഫോട്ടോയോ വെക്കാം. ചിലർ കണ്ണാടിയും വെച്ച് കാണുന്നു. പിന്നെ വേണ്ടത് നിലവിളക്കാണ്. വിഷു ദിവസം രാവിലെ നിലവിളക്കു കത്തിക്കേണ്ടത് ഭദ്രദീപമാണ്. ഭദ്രദീപം എന്നാൽ അറിയാമല്ലോ, 5 തിരിയിട്ട വിളക്ക്. അതുപോലെ ഒന്നിലധികം വിളക്ക് തെളിയിക്കുന്നെങ്കിൽ തീർച്ചയായും ഓർക്കുക, കത്തിക്കുന്ന വിളക്കുകളുടെ എണ്ണം ഇപ്പോഴും ഒറ്റ സംഖ്യ ആയിരിക്കണം. ചില വീടുകളിൽ ഭഗവാന്റെ 2 വശവും വിളക്ക് കത്തിക്കുന്നത് കാണാറുണ്ട്. എന്നാൽ അങ്ങനെ കത്തിക്കുന്നവർ ഒരു ചിരാഗ് കൂടെ കത്തിച്ചു ഒറ്റ സംഖ്യയാക്കാൻ ശ്രദ്ധിക്കണം. ഒന്നിലധികം വിളക്ക് കത്തിക്കുന്നതിൽ തെറ്റില്ല, അപ്പോഴും ഒറ്റ സംഖ്യയാക്കാൻ ശ്രദ്ധിക്കണം. അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, യാതൊരു കാരണവശാലും ഭഗവാന്റെ മുഖം മറയ്ക്കുന്ന രീതിയിൽ നിലവിളക്ക് വെക്കരുത്. ഭഗവാന്റെ നേരെ മുന്നിൽ നടുക്കായി വിളക്ക് വെക്കുന്നത് കണ്ടിട്ടുണ്ട്, അതാണ് പറയാൻ കാരണം. കൂടാതെ വിളക്കിന്റെ നിഴൽ ഭഗവാന്റെ മുഖത്ത് അടിക്കാതെയും ശ്രദ്ധിക്കണം. നിലവിളക്കിനെ വലതുഭാഗത്തായി വെക്കുക. കൂടെ ഒരു കിണ്ടിയിൽ ജലം ഏറ്റവും മനോഹരമായി വെക്കുക. തീർത്ഥം വെക്കുക എന്നതാണ്. നിലവിളക്ക് കത്തിക്കുന്നതിനരികിൽ കിണ്ടിയിൽ തീർത്ഥം വച്ചില്ലെങ്കിൽ പൂർണ്ണമാക്കില്ല, അപൂർണമാണ്. അതിനാൽ നിലവിളക്കിനൊപ്പം ഒരു കിണ്ടിയിൽ ജലവും വച്ചിരിക്കണം. അടുത്തതായി നല്ല സുഗന്ധമുഖരിതമായിരിക്കണം കണി വെക്കുന്ന സ്ഥലം. നല്ല ചന്ദനത്തിരികൾ, കുന്തിരിക്കം എന്നിവ കത്തിച്ച് അവിടം നല്ല സുഗന്ധം നിറയ്ക്കണം. രാവിലെ നിലവിളക്ക് കൊളുത്തുന്നതിനൊപ്പം തന്നെ സുഗന്ധമുള്ളിടത്ത് മഹാലക്ഷ്മിയുണ്ട്. മഹാലക്ഷ്മി വന്നാൽ മഹാവിഷ്ണുവും എത്തും. ആ വീട് ധന്യമാകും എന്നുള്ളതാണ്. നിലവിളക്ക് എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. ഒരിക്കലും വിളക്ക് കരിന്തിരിയാകാൻ പാടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി ശ്രീകൃഷ്ണ ചിത്രം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ വിഗ്രഹമാണ്. ഏറ്റവും ഭംഗിയായി ഭഗവാന്റെ ചിത്രം, വിഗ്രഹം ഒക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുക. മഞ്ഞ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക, തുളസി കൊണ്ട് അലങ്കരിക്കുക, മഞ്ഞ കോടി കൊണ്ട് അലങ്കരിക്കുക എന്ന് പറയുമ്പോൾ കണിക്കൊന്ന പൂവ്, തുളസി അങ്ങനെ കൈവശമുള്ളതുകൊണ്ട് ഭഗവാന്റെ ചിത്രം, വിഗ്രഹം വളരെ ഭംഗിയായി അലങ്കരിക്കുക. കൂടെ ഒരു പൂവ് കിണ്ടിയിലെ ജലത്തിൽ വെക്കുക. ഫോട്ടോയോ വിഗ്രഹമോ വെക്കുമ്പോൾ കൂടെ വെക്കേണ്ട കുറച്ചു അതിപ്രധാന സാധനങ്ങൾ എന്തെന്നാൽ, കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഓടക്കുഴൽ പറ്റുമെങ്കിൽ വാങ്ങിവെക്കാം. പിന്നെ മയിൽപീലി, 3-5 മയിൽപീലി വെക്കാം. തുളസിപ്പൂ, നല്ലൊരു മഞ്ഞപ്പട്ട് എന്നിവ വെച്ചാൽ വളരെ നല്ലതു. അതിന്റെ മുന്നിലായി നല്ല വലിയ പരന്ന ഒരു ഒട്ടുപാത്രം. സ്റ്റീൽ പാത്രമായാലും മതി, പ്ലാസ്റ്റിക് കഴിയുന്നതും ഒഴിവാക്കുക. ഓട്ടുരുളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും കെങ്കേമം. ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ, നിലവിളക്കിന് മുന്നിൽ വിഗ്രഹത്തിന് നേരെ വെക്കുക. ചിലർക്ക് ഒരു പാത്രത്തിൽ മാത്രമായിട്ട് എല്ലാ സാധനങ്ങളും കൊള്ളിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നിലധികം പാത്രങ്ങൾ ഉപയോഗിക്കുന്നതിലും യാതൊരു തെറ്റുമില്ല. എത്ര പാത്രം ആവശ്യമുണ്ടോ അതൊരു 3-4 വെച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. വലിയ പാത്രമുള്ളവർക്ക് വെക്കാം. അത് പറ്റുന്നില്ല എങ്കിൽ ഒന്നിലധികം പാത്രങ്ങളിലായാലും യാതൊരു ദോഷവുമില്ല എന്നുള്ളതാണ്.
പ്രധാനമായിട്ടും നമ്മൾ വെക്കുന്ന പരന്ന പാത്രം, അത് നിറയെ ധാന്യം വെക്കണം. അരി വെക്കുന്നതാണ് ഉത്തമം. അത് ആ പാത്രത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന രീതിയിൽ വളരെ സമൃദ്ധമായി വെക്കണം. പരന്ന പാത്രം നിറയെ അരി വെക്കുക, നിറയെ വെക്കണം. അതിനു മുകളിൽ നല്ല ഐശ്വര്യമായിട്ട് നല്ല ചൈതന്യം തുളുമ്പുന്ന ഒരു കണിവെള്ളരി വെക്കുക. ധാന്യവും കണിവെള്ളരിയും ചേരുന്നതാണ് നിങ്ങളുടെ സമൃദ്ധിയുടെ ഏറ്റവും വലിയ ലക്ഷണം. ചക്ക, മാങ്ങ, ആപ്പിൾ, ഓറഞ്ച്, പേരയ്ക്ക, കൈതച്ചക്ക ഇങ്ങനെയുള്ള പഴങ്ങൾ ഏതാണോ അതെല്ലാം വെക്കാം. ധാന്യവും കണിവെള്ളരിയും മറഞ്ഞു പോകാതെ വേണം ഇവയൊക്കെ വെക്കാൻ. കുറച്ചെങ്കിലും ധാന്യം നല്ല വൃത്തിക്ക് കാണത്തക്ക രീതിയിൽ വേണം അലങ്കരിച്ചു വെക്കേണ്ടത്. കണിക്കൊന്ന പൂവ് അതിന് മുകളിലുണ്ടെങ്കിൽ അല്പം വിതറാം. അതിന്റെ കൂടെ നാളികേരം, അതുമല്ലെങ്കിൽ നല്ല ഒരു കരിക്ക് ഏതെങ്കിലും ഒന്ന് നല്ല വൃത്തിക്ക് ഉടച്ച് 2 മുറിയായിട്ട് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. മുറിച്ചു വെക്കുക. മുഴുവനായിട്ട് വെക്കുന്നവരുണ്ട്. മുഴുവനായിട്ട് വെക്കുന്നവർ രാവിലെ അതുടച്ച് 2ആയിട്ട് വെക്കുക. അത് ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതാണ് അതിന്റെ ശരിയായ രീതി. തേങ്ങയുടെ കരിക്കിന്റെ ആ വെളുത്ത ഭാഗം കാണണം എന്ന് തന്നെയാണ്. അതോടൊപ്പം 1 കോടി മുണ്ട് അല്ലെങ്കിൽ പട്ടുവസ്ത്രം ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് വെക്കുക. അതിന്റെ മുകളിലായിട്ട് ഒരു കണ്ണാടി, അത് വാൽക്കണ്ണാടി അല്ലെങ്കിൽ കണ്ണാടി എന്നുള്ളതാണ്. വാൽക്കണ്ണാടി തന്നെ വേണമെന്ന് നിർബന്ധമില്ല. എല്ലാവരുടെയും വീട്ടിൽ വാൽക്കണ്ണാടി ഉണ്ടാകണമെന്നില്ല. പക്ഷെ ആ കണ്ണാടി എന്ന് പറയുന്ന സങ്കല്പം തീർച്ചയായിട്ടും അവിടെ വെക്കണം എന്നുള്ളതാണ്. അതിന് വൃത്തിയായ ഒരു കണ്ണാടി തുടച്ച് വൃത്തിയാക്കിയെടുത്താൽ മതി. ആ ഒരു കണ്ണാടിയും നിങ്ങൾ വെക്കുക. പട്ട് അല്ലെങ്കിൽ കോടിമുണ്ട് വെക്കുന്നതിന്റെ മുകളിൽ തന്നെ വേണം ഇതെല്ലാം വെക്കാൻ. അതിന്റെ കൂടെ തന്നെ ഒരു ചെപ്പിൽ കുറച്ച് നാണയം, വീട്ടിൽ സ്വർണ്ണാഭരണം, സ്വർണ്ണ നാണയം, ചെറിയ ലോക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലാത്തവരും വിഷമിക്കേണ്ട. ഒരു പാത്രത്തിൽ നാണയങ്ങൾ വെച്ചാൽ മതി. വെള്ളി നാണയം ഉണ്ടെങ്കിൽ അതും ഈ കോടി വസ്ത്രത്തിനടുത്തായിട്ട് വെക്കുക. നാണയം വെക്കാൻ എപ്പോഴും ഒരു ചെറിയ ചെപ്പ് എടുക്കുക. നാണയം അതിൽ നിറഞ്ഞു തൂവി നിൽക്കണം. വളരെ സമൃദ്ധമായി നല്ല ഐശ്വര്യമായിട്ട് നല്ല ചൈതന്യം തുളുമ്പുന്ന രീതിയിൽ ചെപ്പിൽ നാണയങ്ങൾ നിറഞ്ഞു നിൽക്കണം. അതിനോടൊപ്പം തന്നെ ചെറിയൊരു പാത്രത്തിൽ നിറയെ മഞ്ചാടിക്കുരു, മഞ്ചാടിക്കുരുവിന്റെ അളവിനനുസരിച്ച് പാത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള പാത്രത്തിൽ വേണം വെക്കാൻ. അതുപോലെ അതിന്റെ കൂടെ നല്ല വൃത്തിയുള്ള ഒരു കുങ്കുമച്ചെപ്പ്, കൺമഷി ഇത് രണ്ടും കണിയിൽ വെക്കുക. ഇവ വെക്കുന്നത് സ്ത്രീകൾക്കാണ് ഏറ്റവും ഗുണം. വിട്ടുപോകരുത്. ഒരു നല്ല കുങ്കുമച്ചെപ്പ്, കൺമഷി നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അതുപോലെ കണി കാണാൻ ദേവീചിത്രമൊക്കെ വെക്കുന്നവരുണ്ട്. അങ്ങനെ ദേവീചിത്രമൊക്കെ ഭഗവാനോടൊപ്പം വെച്ച് കണി കാണുന്നവരുണ്ടെങ്കിൽ അവരൊരു വെറ്റിലയിൽ കുറച്ച് കുങ്കുമം തട്ടി അവ ഒരുമിച്ച് വെച്ച് കണി കാണേണ്ടതാണ്. ആ വീട്ടിലെ സ്ത്രീകൾക്ക് ദീർഘസുമംഗലി യോഗവും ദീർഘായുസും സർവ്വ ആയുരാരോഗ്യ സൗഖ്യവും കിട്ടുന്നതാണ്. അതുപോലെ അതിന്റെ കൂടെ തന്നെ ഒരു വെറ്റിലയിൽ ഒരു അടക്കയും ഒരു രൂപ നാണയവും വെക്കുക. അടുത്തതായി ഭഗവാന്റെ ചിത്രത്തിന്, വിഗ്രഹത്തിന് മുന്നിൽ ഗ്രന്ഥങ്ങൾ വെക്കണം. ഒരു വശത്തായി ഗ്രന്ഥങ്ങൾ തനിയെ ഒരു പീഠത്തിൽ അല്ലെങ്കിൽ നിലവിളക്കിന് മറുവശത്തായി ആയിട്ട് വെക്കുക. ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ രാമായണം, ഭാഗവതം, മറ്റു പുണ്യഗ്രന്ഥങ്ങൾ, നാരായണീയം ഇങ്ങനെയുള്ള ഏതാണ് നിങ്ങളുടെ വീട്ടിൽ പുണ്യഗ്രന്ഥങ്ങൾ ഉള്ളത്? ഒരു പുണ്യഗ്രന്ഥം എങ്കിലും എടുത്ത് മനോഹരമായി കണിയൊരുക്കുന്ന കൂട്ടത്തിൽ വെക്കുക. പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും തൊട്ട് വന്ദിച്ച് ഭഗവാനെ പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറയണം. അക്ഷരങ്ങളുടെ ബലം കുഞ്ഞുങ്ങൾക്ക് കിട്ടും. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വിദ്യാവിജയവും ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ പ്രധാനപ്പെട്ടതും പെട്ടെന്ന് ശ്രദ്ധിക്കാതെ പോകുന്നതുമായ കാര്യങ്ങൾ ക്രമമായിട്ട് ഒന്നിച്ചു പറയാം. ഓടക്കുഴൽ, മഞ്ചാടിക്കുരു, മയിൽപീലി, ചന്ദനം, കണ്ണാടി, കൺമഷി, ചാൻപൊട്ട്, സിന്ദൂരം, വെറ്റില, മഞ്ഞപ്പട്ട്, തുളസിപ്പൂ ഇവയെല്ലാം ഭഗവാൻ പ്രിയങ്കരമാണ്. അതിനാൽ ഇവയൊന്നും യാതൊരു കാരണവശാലും വിട്ടുപോകരുത്. അതുപോലെ നെല്ലുണ്ടെങ്കിൽ ഒരു ചെറിയ പറയിൽ, ഇനി പറയില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗ്ലാസ്സിൽ നെല്ലും കൂടി കണിയൊരുക്കുന്നതിൽ വെക്കുന്നതും സമൃദ്ധിയാണ്. അടുത്തതായി ഒരു ചെറിയ ഇലച്ചീന്തിൽ രാവിലെ കുറിച്ച് ചന്ദനം ചലിച്ചു വെക്കുക. കൂടെ അല്പം കുങ്കുമവും വെക്കാം. കണി കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കൈനീട്ടം എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ചാലിച്ചു വെച്ചിരിക്കുന്ന ചന്ദനം നെറ്റിയിൽ തൊട്ടു കൊടുക്കുക. ഏറ്റവും ഐശ്വര്യമായിരിക്കും. ഗൃഹനാഥ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മുതിർന്ന മുത്തശ്ശി, മുത്തശ്ശൻ ഇവരൊക്കെ ഇത്തരത്തിൽ ചെയ്ത് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നത് സാക്ഷാൽ നാരായണൻ അവിടെ വന്ന് അനുഗ്രഹിക്കുന്നതിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. എല്ലാവരും ചെയ്തു നോക്കുക. ഓരോരുത്തരും കണി കാണാൻ വരുമ്പോൾ നാരായണ 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 ചൊല്ലിക്കൊണ്ട് വരാൻ പറയണം. രാവിലെ ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന്, വീട്ടിൽ അമ്മ ആയിക്കൊള്ളട്ടെ മുത്തശ്ശി ആയിക്കൊള്ളട്ടെ, രാവിലെ വന്ന് നാരായണ നാരായണ പറഞ്ഞു വന്ന് വിളക്ക് കൊളുത്തി കണി കണ്ട് തൊഴുത് ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഓരോരുത്തരെയും പുറകിൽ നിന്നും കണ്ണുപൊത്തി അല്ലെങ്കിൽ കണ്ണടച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുവന്നു കണി കാണിക്കുന്ന സമയത്ത് കിടക്കയിൽ നിന്ന് നടന്നു വരുമ്പോൾ നാരായണ 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 പറഞ്ഞുകൊണ്ടുവന്ന് കണ്ണു തുറന്നു നോക്കി സമൃദ്ധമായ കണി കണ്ട് തൊഴുത് അതിൽ പരം ഒരു ഐശ്വര്യം, അതിൽ പരം ഒരു നല്ല കാര്യം വരാൻ ഇല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളാൽ കഴിയും വിധം
എല്ലാവരും ചെയ്തു നോക്കുക. ജഗദീശ്വരൻ നാരായണൻ നിങ്ങൾ ഏവർക്കും, കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ. നന്ദി, നമസ്കാരം. ഇതുപോലുള്ള അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യൂ.